ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന് ഹാർട്ടിന്റെ പ്രോബ്ലംസ് വന്നിട്ട് വാൽവെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങൾ മദ്രാസിൽ നിന്ന് തിരിച്ചു പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നാട്ടിലെത്തി 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്ത് ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുള്ള ഒരു സംഭവം. അതൊക്കെ വരുമ്പോൾ സത്യത്തില് ഞങ്ങളെപ്പോലെ ഈ ശരീരത്തില് ക്യാൻസറും വാൽവും എല്ലാം മാറ്റിവെച്ച ആൾക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിരുന്നത്. എല്ലാവരെ പോലെ തന്നെ ഞങ്ങളും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുപാട്, അതായത് കൂട്ടിലടച്ച കിളികളെ പോലെ അകത്ത് തല കാണിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒതുങ്ങിയിരിക്കേണ്ട ഒരു സമയമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. നമ്മൾ ഒരുപാട് അന്ന് പേടിച്ചിരുന്നു കോവിഡിന്റെ വാക്സിന്റെ പ്രശ്നങ്ങൾ കാരണം. ആ സമയത്തെല്ലാം ഞങ്ങൾക്ക് രക്ഷയായിട്ട് വന്നത് പലരും ഉണ്ട്. കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഈ വാക്സിനൊക്കെ അന്ന് കിട്ടി വരുമ്പോഴത്തേക്കും ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അതിന് ഞങ്ങളുടെ ഈ ഏരിയയിൽ പലയിടത്ത് ഞങ്ങൾക്ക് ഷൈനി എന്ന് പറഞ്ഞൊരു ആശാ വർക്കർ ഉണ്ടായിരുന്നു. അവര് വളരെയധികം സഹായിച്ച് എനിക്ക് കോവിഡിന്റെ വാക്സിൻ ചെയ്യാനായിട്ട് പറ്റി. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു കേസായിരുന്നു ആ സമയങ്ങളിൽ. പക്ഷെ എനിക്കത് അവർ എല്ലാ സാധനവും ശരിയാക്കി തന്നു. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സൗകര്യം, എൻ്റെ കൂടെ വന്ന ബൈസ്റ്റാൻഡർക്ക് പോലും ആ ഇഞ്ചക്ഷൻ കിട്ടി. അത് വലിയൊരു കാര്യമായിട്ട് ഒരിക്കലും ഞാനത് മറക്കൂല. അല്ലെങ്കിൽ ആ സമയത്തെല്ലാം ഞങ്ങൾ പെട്ടുപോയാൽ അത് അനിയനും അതേപോലെ തന്നെ എല്ലാവർക്കും അറേഞ്ച് ചെയ്ത് തന്നു ആ ഷൈനി മാഡം. മറക്കാൻ എനിക്ക് പറ്റില്ല അതൊരിക്കലും. ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. ഒരു സാധനങ്ങളൊക്കെ മേടിക്കാൻ പുറത്തോട്ടൊക്കെ പോകും, വീട്ടിൽ വേറെ ആരുമില്ല. ആണുങ്ങളെന്ന് പറയാനായിട്ട് ഈ രോഗികളായ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും മാസ്ക് എല്ലാം ഇട്ട് ഇതെല്ലാം ഇട്ട് ഞങ്ങൾ പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യാതെ പറ്റില്ല. പേടിച്ചിരുന്ന് പരക്കാതിരുന്ന പണിയാൻ കാര്യങ്ങളൊന്നും നടക്കൂല. അങ്ങനെ ഞാൻ ഈ സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് മേടിക്കാൻ പോവുകയും പുറത്തൊക്കെ വെച്ച് അകത്തോട്ട് കയറി വരികയും ചെയ്ത പോലെ കൈ വാഷ് ചെയ്ത് എല്ലാവർക്കും അറിയാം നോർമലി. പക്ഷെ വീട്ടിൽ വന്നിരുന്ന ഞാൻ ഇതേപോലെ ഞാനൊരു മൈക്കലാഞ്ചലോന്റെ തോണിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ മുൾമുടി ധരിപ്പിക്കുന്ന ഒരു ചിത്രം ഞാൻ ആ സമയങ്ങളിൽ വരക്കാൻ തുടങ്ങിയത്. കാരണം ഇതിന്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിക്ചറെല്ലാം ഞാൻ കളർ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എനിക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം വെറുതെ ഇരിക്കാതെ ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ വെറുതെ ഇരിക്കണ ഇതിന്റെ ഒരു ഇതും ഒന്നും അടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പഴയ ആന്റിക് സാധനങ്ങളുണ്ട്, പഴയ കാലത്ത് 100 കൊല്ലം പഴക്കമുള്ള വലിയ ചെമ്പ് കലങ്ങൾ, നെല്ലെല്ലാം പോയിക്കണ പഴയ തറവാടുകളിലൊക്കെ ഉള്ള, അത് അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരുന്നു. അതൊക്കെ ഞാൻ ആ സമയങ്ങളിൽ ഞാൻ വീട്ടിലിരുന്ന്, പുറത്തൊന്നും പോകാൻ പറ്റില്ല നമുക്ക്, വീട്ടിലിരുന്ന് എൻ്റെ അടുത്ത് ഗ്രൈൻഡറൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ആ വലിയ കലമൊക്കെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കറുത്തിരിക്കണതാണ്. അന്നൊന്നും ഞാൻ ഇതേപോലെ നിങ്ങളുടെ അടുത്തൊക്കെ ഇതേപോലെ കാണിച്ചു തരേണ്ട ഒരു ആവശ്യം വരുമെന്നൊന്നും എനിക്ക് ഒരിക്കലും അറിഞ്ഞുകൂടല്ലോ. അപ്പൊ അന്ന് എടുത്ത ഒരു ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന്റെ കരി പിടിച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്, അത് അവരുടെ മച്ചന്റെ മുകളിൽ കിടന്നച്ചാണ്, അത് കരി പിടിച്ചിരുന്ന വെച്ചാൽ അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെളുപ്പിച്ചെടുത്ത് ലാസ്റ്റ് അതിനെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് ഞാൻ അതിനെ ക്ലിയർ വാർണിഷ് എല്ലാം അടിച്ചിട്ട് എൻ്റെ വീട്ടിലെ ഒരു ടീപ്പോയി ആയിട്ടൊക്കെ ഞാൻ അത് ശരിയാക്കി എടുത്തിരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഒരുപാട്, കാരണം ആഴ്ചകളുടെ വർക്കാണ് എനിക്കിതൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ, എങ്ങനെ ചെയ്തെടുക്കുന്നൊന്നും അറിയില്ല. എങ്കിലും എൻ്റെതായിട്ടുള്ള ആ ഒരു ചെറിയ ഐഡിയയിൽ ഞാൻ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. വീഡിയോ പോലും വന്ന് ഈ പറഞ്ഞില്ലേ, അത് ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം വൈഫ് അതൊക്കെ വന്ന് എടുത്ത് തന്നാറിനാ കൊള്ളു. കാരണം കംപ്ലീറ്റ് വീടിന് മുമ്പോശൊക്കെ മൊത്തം കാർപ്പുറത്തിന്റെ ഏരിയ, സ്കൂൾ അപ്പുറത്തിന്റെ ഏരിയയിലെ ക്ലാവായിരുന്നു. ഇത് അത്രക്കും കരി പിടിച്ച സംഗതിയായിരുന്നു. അതേപോലെ തന്നെ ഒരു തേപ്പൂട്ടി ഉണ്ടായിരുന്നു, ചിരട്ടിട്ട് തേക്കണം. ഓരോന്നും ഞാൻ ദിവസങ്ങളെടുത്ത് ഞാൻ ഇതെല്ലാം വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ പതുക്കെ ചെയ്തെടുക്കുമായിരുന്നു. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വിഷമോ പോലെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. അത് തന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാനും പറ്റില്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പുറത്തേക്ക് തല കാണിക്കാൻ പറ്റില്ല. ആ സമയത്താണ് വൈഫിന് കോവിഡ് വരുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിലൊന്നും പോയിരുന്നു. അതൊക്കെ പലയിടത്തും ചെറുതായിട്ടൊക്കെ കട തുറന്ന സമയത്തൊക്കെ ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഒരു ദിവസത്തിൽ ഇറങ്ങിപ്പോയി തിരിച്ചു വരുമ്പോൾ അന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് വൈഫിന് പനി. അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 days ആയിട്ട് നിൽക്കുന്നില്ല, പനിയോട് പനി തന്നെ.
അപ്പോ ടെസ്റ്റ് എടുക്കാനായിട്ട് DDRCയിൽ വിളിച്ചു പറഞ്ഞ് അവിടെ നിന്ന് അവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ടെസ്റ്റ് ഒക്കെ എടുത്തപ്പോഴത്തേക്കും കോവിഡാണ്. അന്ന് പിന്നെ എല്ലാ റോഡും ബ്ലോക്ക് ചെയ്ത് ആൾക്കാരെ വിടാതെ ആ ഒരു കണ്ടീഷനായിരുന്നു. നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ തന്നെ നിന്നോളാൻ പറഞ്ഞത്. ഞങ്ങളെ വീട്ടിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് മുകളിൽ അവരെ നിർത്തി മെഡിസിൻസ് ഒക്കെ ഇവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഡോക്ടേഴ്സ്, ഒരു അനിലും പിന്നെ അങ്കിളുടെ മോൻ ഷാജിയൊക്കെ, അവരെല്ലാം ഞങ്ങൾക്ക് ഇവിടെ മെഡിസിൻസ് എല്ലാം കൊണ്ടുവന്ന് മധുരയിൽ വെച്ച് തരും. അപ്പോൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളും എല്ലാം കൊണ്ടുവന്ന് മേടിച്ച് മധുരയിൽ വെച്ച് തരും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്ത് അകത്ത് വെച്ച് കഴിക്കും. അപ്പൊ ഇവരുടെ ടെസ്റ്റ് എടുക്കുമ്പോൾ 10 ദിവസം കൊണ്ടും ഈ പനി മാറാത്തത് കൊണ്ട്, കോവിഡാണെന്ന് മനസ്സിലായെങ്കിലും പനി മാറാത്തത് കൊണ്ടിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് D-ഡൈമർ ടെസ്റ്റ് എടുക്കാൻ പറയും. D-ഡൈമർ ആ ടെസ്റ്റ് DDRCയിലേക്ക് വിളിച്ചു ഈ ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ 2 വീലറിന് വരാൻ ആരും ഇല്ല. എന്താ സമയം നല്ലൊരു മഴയുള്ള ദിവസം അവര് വന്നത് ആംബുലൻസിലാണ്. അവരെന്നോട് ചോദിച്ചു ആംബുലൻസേ ഉള്ളൂ, അതിൽ വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആംബുലൻസ് എങ്കിൽ ആംബുലൻസ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. വൈഫിന്റെ സ്ഥിതി ഭയങ്കരമായി പോയി. കാരണം പനി വന്നിട്ട് എടുത്ത് മതിലിന്റെ ബെഡിന്റെ അവിടെ ചാരി വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് തളർന്ന് വീണ്. കാരണം അത്രക്ക് ഇങ്ങനെ ഫീബിളായ ആള്. നമുക്കൊന്നും ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റില്ല. എനിക്കും എന്റെ ചെക്കപ്പിനും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മരിച്ചു പോകും എല്ലാവരും. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. ഒരു ആംബുലൻസിൽ വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞെട്ടി. ആംബുലൻസ് വന്നപ്പോൾ വിചാരിച്ച് ഇവിടെ ആരോ തീർന്നു. അതായത് ഞാൻ അവരങ്ങനെ വിചാരിച്ചില്ലായിരുന്നു. കാരണം അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഞാൻ ഇവരുടെ ബ്ലഡ് ഇവിടെ വന്ന് മറ്റേ അന്നത്തെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവരുടെ ഇട്ടിട്ട് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും D-ഡൈമർ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 500 വരണ്ട, അത് 630. ബ്ലഡ് ഒക്കെ കട്ട പിടിച്ച് ചെറിയ മൺതിരി പോയി ആകുന്ന അവസ്ഥ. അങ്ങനെ റിസൾട്ട് കിട്ടി. അത് ഡോക്ടേഴ്സിനെ അയച്ചു കൊടുത്ത് അവർ ഈ D-ഡൈമറിന്റെ അസുഖത്തിനുള്ള മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അത് അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസം മുതൽ അവരുടെ പനി അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങി. താഴെ അമ്മച്ചിയും അനിയത്തിയുടെ മോളും ഉണ്ട്. അവരെല്ലാം വന്ന് ഇങ്ങനെ പെട്ടുപോയതാണ് ഇവിടെ. അനിയത്തിയുടെ മോള് അമ്മച്ചി ഭക്ഷണം ഉണ്ടാക്കി തരും. ഞാനിത് ഭക്ഷണമായിട്ട് മുകളിൽ വൈഫിന്റെ കൂടെ തന്നെ ഇരിക്കും. അപ്പൊ സത്യത്തിൽ എനിക്ക് അങ്ങനത്തെ പേടിയില്ല. ഈ കോവിഡ് ആണെങ്കിലും ഇതൊന്നും എനിക്ക് വരില്ലെന്നാണ് എന്റെ വിചാരം. ആ ഒരു ധൈര്യത്തിന് ഇവരെ ഞാൻ നോക്കി. അപ്പൊ അവരെ ഇവരെ നോക്കേണ്ടി വന്നു. ഭാഗ്യത്തിന് എനിക്ക് വന്നില്ല. എനിക്ക് വന്നെങ്കിൽ തീർന്നു. എനിക്ക് വന്നെങ്കിൽ കാലിയായി പോയില്ലേ. ഞാൻ അത്രക്ക് അവസ്ഥയിലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരു മരണഭയം നിലനിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ തടി തപ്പി പോകുന്നത് ഈ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളെല്ലാം വെച്ചിട്ട് മുന്നോട്ട് പോയത്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലുമൊക്കെ ഒരു ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഓർമ്മകളുണ്ടാവും. ഞങ്ങളുടെ ഓർമ്മ കുറച്ച് ഭീകരമാണ്. ആരും സഹായിക്കാനില്ല. പക്ഷെ ഫയർ സർവീസിൽ നിന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് അരിയെല്ലാം കൊണ്ടുവന്ന് മേടിച്ചു തരുമല്ലോ. ഓരോരോ ഐറ്റംസ് എല്ലാവരും ഞങ്ങൾക്ക് മേടിച്ചു. പുറത്തിറങ്ങാൻ പറയുന്നത് ഈ ക്യാൻസർ പേഷ്യൻസ് ആണെന്ന് പറയുമ്പോഴേ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് ഭയങ്കര വരുന്നിട്ടാണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇതൊക്കെ ഈ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ കാര്യം ഇങ്ങനെയുള്ള അവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാം സത്യത്തിൽ എല്ലാവരും നല്ല മാരകമായ ഒരു രോഗം കടിമയായതുകൊണ്ട് മരിച്ചു പോകുന്നുള്ള ഒരു അവസ്ഥയിലേക്കാണല്ലോ വരുന്നത്. കോവിഡിനാണെങ്കിൽ ആ സമയത്ത് കഷ്ടപ്പെട്ടിട്ടാണ് വാക്സിൻ കണ്ടുപിടിച്ചത് തന്നെ. ഏതായാലും അത് കണ്ടുപിടിച്ചത് വലിയൊരു ഭാഗ്യമായി. ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾക്കൊരു ഗുണം ചെയ്തു. ഞങ്ങൾ മരിക്കാതെ ഇന്നും നിലനിൽക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കൂടെ അന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തരും ഉണ്ടായിരുന്നു. അതുപോലെ വാക്സിനും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലും അറിയാതെ പലരും പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും ഇങ്ങനെ കൂട്ടത്തിലുള്ളവരൊക്കെ കാണാൻ പോകാൻ പറ്റില്ല. എന്റെ അമ്മയുടെ ആങ്ങളെല്ലാം മരിച്ചിട്ടും കാണാൻ പോകാൻ പറ്റില്ല. അതൊക്കെ മരിച്ചിട്ട് എനിക്കൊന്നും കാണാൻ പോകാൻ പറ്റില്ല. കാരണം കോവിഡായിട്ട് മരിച്ചത് കൊണ്ടിട്ടാണ്. അപ്പൊ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കാലാവസ്ഥയിൽ ഞങ്ങൾ ജീവിച്ചതാണ്. നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഞാൻ ചെയ്ത ആ ആന്റിക്കായിട്ടുള്ള ഇത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കി എങ്ങനെയുണ്ട് കേട്ടാ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.